നമ്മുടെ ജോർജ് കുട്ടി ഹോളിവുഡിലേക്ക് പോകുന്നു. ആരാണ് നമ്മുടെ ജോർജ് കുട്ടി? ദൃശ്യം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ദൃശ്യാനുഭവം സമ്മാനിച്ച ഒരു ജീത്തു ജോസഫ് സിനിമയാണ്. മലയാളികളുടെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിച്ച ജോർജ് കുട്ടിയാണ് ഞാൻ പറഞ്ഞത്. മോഹൻലാൽ അനശ്വരമാക്കിയ ദൃശ്യത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഇപ്പോഴിതാ കടലും കടന്ന് ഹോളിവുഡിൻ്റെ വെള്ളിത്തിരകളെ ത്രസിപ്പിക്കുവാൻ പോകുന്നു. ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഹോളിവുഡിലേക്ക് പ്രവേശിക്കുന്നത്. ഗൾഫ് സ്ട്രീം പിക്ചേഴ്സിൻ്റെയും ജോവറ്റ് ഫിലിംസിൻ്റെയും സഹകരണത്തോടുകൂടി പനോരമ സ്റ്റുഡിയോസാണ് ചിത്രത്തിൻ്റെ ഹോളിവുഡ് പതിപ്പിനുള്ള അവകാശം ഗ്ലോബൽ ഫ്രാഞ്ചൈസ് ആശീർവാദ് സിനിമയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. ദൃശ്യത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങളാണ് ഇപ്പോൾ പനോരമ സ്റ്റുഡിയോസ് വാങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ദൃശ്യം വളരെ വലിയ വിജയമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ദൃശ്യത്തിൻ്റെ ചൈനീസ് റീമേക്കും. ഷീപ്പ് വിത്തൗട്ട് എ ഷെപ്പേർഡ് എന്ന പേരിൽ ചൈനയിൽ ഇറങ്ങിയ ചിത്രം 2019 ഒരു വൻ ഹിറ്റായിരുന്നു. കഴിഞ്ഞ മെയ്യിൽ ദൃശ്യത്തിൻ്റെ കൊറിയൻ റീമേക്ക് പനോരമ സ്റ്റുഡിയോസും സൗത്ത് കൊറിയൻ ചലച്ചിത്ര കമ്പനിയായ ആന്തോളജി സ്റ്റുഡിയോസും ചേർന്ന് അനൗൺസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഒരു സ്പാനിഷ് വേർഷൻ അതും ഇപ്പോൾ ഫൈനലൈസ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. പനോരമ സ്റ്റുഡിയോസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കുമാർ മംഗത് പാഥക് അദ്ദേഹമാണ് ഇപ്പോൾ ഈ അവകാശങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ദൃശ്യത്തിൻ്റെ ക്ലവർ നറേറ്റീവിന് ഒരു യൂണിവേഴ്സൽ അപ്പീൽ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കഥ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടെന്നും പഥക് പറഞ്ഞു. ടൈംലെസ് ത്രില്ലറായ ദൃശ്യത്തെ അമേരിക്കയിലെ ചലച്ചിത്ര പ്രേമികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുവാൻ ഒട്ടും അമാന്തിച്ചുകൂടാ എന്നതാണ് ഗൾഫ് സ്ട്രീം പിക്ചേഴ്സിൻ്റെ മൈക്ക് കാൾസ് ആൻഡ് ബിൽ ബിൻലെയുടെയും പക്ഷം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മലയാള ചിത്രം ഹോളിവുഡിൻ്റെ പരിസരങ്ങളിലേക്ക് പറിച്ചു നടുമ്പോൾ നിരവധി വെല്ലുവിളികളായിരിക്കും നിർമ്മാതാക്കൾ നേരിടുക. ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് തകർത്തു വാരിയ അനവധി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും ഹോളിവുഡിലേക്ക് പോയില്ല. എന്തുകൊണ്ട്? എന്തൊക്കെയായിരിക്കും ആ വെല്ലുവിളികൾ? നമ്മുടെയും അമേരിക്കയുടെയും സാംസ്കാരിക പശ്ചാത്തലം തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ്. ഒറിജിനൽ സിനിമയുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് തന്നെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ കെട്ടുറപ്പുള്ള ഫാമിലി, അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെൻറ്റും കോടതി വ്യവഹാരങ്ങളുമെല്ലാം അവിടെ വളരെ വ്യത്യസ്തമാണ്. ജോർജ് കുട്ടിയുടെ മുഴുവൻ ശ്രമവും അയാളുടെ കുടുംബം തകരാതെ സൂക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. കഥയുടെ കോർ മെസ്സേജ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കഥ ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുൻപിൽ അവതരിപ്പിക്കുവാൻ. മറ്റൊരു പ്രശ്നം സെറ്റിംഗ് അഡാപ്റ്റ് ചെയ്യുന്നതിലാണ്. നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും അമേരിക്കയുടെ ഒരു നാട്ടിൻപുറത്തേക്ക് കഥ സെറ്റ് ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ ഗ്രാമവും അമേരിക്കയുടെ ചെറുപട്ടണങ്ങളും റൂറൽ ഏരിയയും ഒക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് കഥാപാത്രവൽക്കരണത്തിലും ഡയലോഗിലുമെല്ലാം കാര്യമായ റീവർക്കിംഗ് വേണ്ടി വരും എന്ന് കരുതുന്നത്. ഒറിജിനൽ മോട്ടിവേഷനും പേഴ്സണാലിറ്റിയുമെല്ലാം അങ്ങനെ തന്നെ നിലനിർത്തുന്നതിനോടൊപ്പം കഥാപാത്രങ്ങളുടെ മാനറിസവും ബിഹേവിയർ പാറ്റേണും എല്ലാം അമേരിക്കൻ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യുവാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. സെൻസിറ്റീവായുള്ള തീംസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കഥാപരിസരം ഹോളിവുഡിലേക്ക് അങ്ങനെ തന്നെ പറിച്ചു നടുവാനാകുമോ? വരുൺ എന്ന കഥാപാത്രം മരിക്കാനിടയായ സാഹചര്യം, അതിലേക്ക് നയിച്ച ഇൻസിഡൻറ്റ് ഒക്കെ എങ്ങനെയാണ് ഹോളിവുഡ് കൈകാര്യം ചെയ്യുവാൻ പോകുന്നത് എന്നത് ശരിക്കും നമുക്ക് അറിയുവാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ ലോ എൻഫോഴ്സ് ചെയ്യുന്ന രീതി. ഇന്ത്യയിലേതും അമേരിക്കയിലെയും ഈ രീതികൾ വളരെ വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, അമേരിക്കയിലൊക്കെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം അവരുടെ വക്കീലാകും പ്രത്യക്ഷപ്പെടുക. അമേരിക്കയിൽ സഹദേവൻ ജോർജ് കുട്ടിയെ ഇടിക്കുന്നത് പോലെയൊക്കെ അവിടെ അമേരിക്കൻ സഹദേവന് അമേരിക്കൻ ജോർജ് കുട്ടിയെ ഇടിക്കാൻ സാധിക്കുമോ? കണ്ടറിയണം. എന്നാൽ മനുഷ്യൻ്റെ വികാരങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് എന്നൊരു വാദഗതിയുമുണ്ട്. തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഏതൊരു മനുഷ്യനും ഏതൊക്കെ തരത്തിലുള്ള ഡിസപ്ഷനും ബിട്രയലും ഒക്കെ നടത്തും. അത് ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ അഡാപ്റ്റേഷൻ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ റെസൊനേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. യഥാർത്ഥത്തിൽ ഇതൊക്കെ വളരെ കൗതുകകരമായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഹോളിവുഡ് ദൃശ്യം എന്ന സിനിമയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളുടെ ആത്മാവ് ചോർന്നു പോകാതെ ഗ്ലോബൽ ഓഡിയൻസിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്നറിയുവാൻ ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് വളരെ വലിയ ജിജ്ഞാസയുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ജോർജ് കുട്ടിയും കുടുംബവും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട
കുടുംബങ്ങളിൽ ഒന്നാണ് എന്നതാണ് അതിൻ്റെ കാര്യം. നമ്മുടെ കൾച്ചറൽ ഡിഫറൻസസ്, അതിൻ്റെ വേരിയേഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും ദൃശ്യത്തിൻ്റെ ഹോളിവുഡ് അഡാപ്റ്റേഷൻ ഒറിജിനലിൻ്റെ ട്രൂ സ്പിരിറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഗ്ലോബൽ ഓഡിയൻസിനെ തീർച്ചയായും ത്രസിപ്പിക്കുമെന്ന് നമുക്ക് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.